പരിപാടിയിലേക്ക് സ്വാഗതം. RPF-ൽ നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. റെയിൽവേ പോലീസ് കോൺസ്റ്റബിൾ, പോലീസ് SI തുടങ്ങിയ തസ്തികയിലേക്കുള്ള പുതിയൊരു നോട്ടിഫിക്കേഷനാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. 2/1/2024 ഈ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. നടക്കാൻ പോകുന്ന SI എക്സിക്യൂട്ടീവ്, കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് തുടങ്ങിയ തസ്തികയിലേക്ക് വരാൻ പോകുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ പ്രൊസീജിയറാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ മാസം തന്നെ ഇതിന്റെ അപേക്ഷ സ്റ്റാർട്ട് ആകുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ തസ്തികയിലേക്കുള്ള ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. SI അതുപോലെ തന്നെ കോൺസ്റ്റബിൾ തുടങ്ങിയ തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 2000 വേക്കൻസിയാണ് കോൺസ്റ്റബിളിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 250 വേക്കൻസിയാണ് SIയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും 10% വേക്കൻസി എക്സ് സർവീസ്മെനും 15% വേക്കൻസി വുമൺ കാൻഡിഡേറ്റ്സിനും റിസർവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. Phase 1 കമ്പ്യൂട്ടർ എക്സാമിനേഷൻ ഉണ്ട്. Phase 2 ഫിസിക്കൽ എഫിഷ്യൻസി ആൻഡ് ഫിസിക്കൽ മെഷർമെന്റ്. Phase 3 മെഡിക്കലും അതുപോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനുമാണ് ഉണ്ടായിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവിലേക്ക് ഗ്രാജുവേഷൻ ആണ് 20 മുതൽ 25 വയസ്സ് വരെ. കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവിലേക്ക് 10ാം ക്ലാസ് ആണ്. 18 മുതൽ 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നും 5 വയസ്സ് തെളിവ് SC STക്കും OBCക്കും 3 വർഷം തെളിവ് ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 165 സെന്റിമീറ്റർ മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും 157 സെന്റിമീറ്ററുമാണ്. SC ST കാൻഡിഡേറ്റ്സിന് റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സ് 160ഉം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 152ആണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല എക്സാമിനേഷൻ സിലബസ് പറഞ്ഞിരിക്കുന്നത് 90 മിനിറ്റിന്റെ എക്സാമിനേഷനാണ് കോൺസ്റ്റബിളിലേക്കും എക്സിക്യൂട്ടീവിലേക്കും സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവിലേക്കും ഉണ്ടായിരിക്കുന്നത്. 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 50 മാർക്ക് ജനറൽ അവയർനെസ്, അരിത്തമെറ്റിക്, മാത്സ് 35ഉം ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 35ഉം ആണ് ഉണ്ടായിരിക്കുന്നത്. ടോട്ടൽ 120 ക്വസ്റ്റ്യൻസിന്റെ ഒരു എക്സാമിനേഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്. സിലബസ് ജനറൽ അവയർനെസ്, അരിത്തമെറ്റിക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ Phase 2 ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് മെയിൽ കാൻഡിഡേറ്റ്സിന് 1600 മീറ്റർ റൺ, 6 മിനിറ്റ് 30 സെക്കൻഡ് ലോങ് ജമ്പ്, ഹൈ ജമ്പ് ഉണ്ടായിരിക്കുന്നതാണ്. ഫീമെയിൽസിന് 4 മിനിറ്റ് 800 മീറ്റർ റൺ ആണ് ഉണ്ടായിരിക്കുന്നത്. ലോങ് ജമ്പ്, ഹൈ ജമ്പും ഉണ്ട്. കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവിലേക്ക് 5 മിനിറ്റ് 45 സെക്കൻഡിലാണ് 1600 മീറ്റർ റൺ മെയിൽ കാൻഡിഡേറ്റ്സിന്. ലോങ് ജമ്പ്, ഹൈ ജമ്പും ഉണ്ട്. കോൺസ്റ്റബിൾ ഫീമെയിൽ എക്സിക്യൂട്ടീവിലേക്ക് 800 മീറ്റർ റണ്ണാണ് ഉണ്ടായിരിക്കുന്നത്. 3 മിനിറ്റ് 40 സെക്കൻഡാണ്. ലോങ് ജമ്പ്, ഹൈ ജമ്പും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ അപേക്ഷ സ്റ്റാർട്ട് ആകുമ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ്. ഈ മാസം തന്നെ ഇതിന്റെ അപേക്ഷ സ്റ്റാർട്ട് ആവുന്നതാണ്. സോ ഫ്രണ്ട്സ്, വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം. ആർമി, നേവി, എയർഫോഴ്സ്, SSC ജോബ് നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക്സ് വീഡിയോ. വന്ദേ മാതരം.